പുതിയ തരം റെസിപ്പികളുടെ കൂടുതൽ വീഡിയോസുകൾ ലഭിക്കുവാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ഐക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓൾ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മൊബൈലിൽ ലഭിക്കുകയുള്ളൂ. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നല്ലൊരു ബീഫ് കറി റെസിപ്പിയാണ് കാണിക്കുന്നത്. ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. നല്ലൊരു ബീഫ് കറി റെസിപ്പി കാണിക്കുമെന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത് നല്ലൊരു നാടൻ സ്റ്റൈലിലുള്ളൊരു ബീഫ് കറിയാണ് ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബീഫ് കറിയാണ്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഞാനിവിടെ ഒരു 3 ടീസ്പൂൺ മല്ലിപ്പൊടിയും 2.5 ടീസ്പൂൺ മുളക് പൊടിയും ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. നമ്മൾ ബീഫ് കറിയിൽ എത്രയാണോ മല്ലിയും മുളകും ചേർക്കുന്നത് ആ ഒരു കണക്കനുസരിച്ച് എടുത്താൽ മതി. അതൊന്ന് വറുത്തെടുക്കണം. നമ്മൾ വെള്ളമൊക്കെ ചേർക്കുന്നതിനനുസരിച്ച് നമുക്ക് മല്ലിപ്പൊടിയും മുളക് പൊടിയും ഒക്കെ ചേർത്ത് കൊടുക്കണം. അപ്പം ഞാനിവിടെ 3 ടീസ്പൂൺ മല്ലിപ്പൊടിയും 2.5 ടീസ്പൂൺ മുളക് പൊടിയും ഒന്ന് നന്നായി വറുത്തെടുക്കുന്നുണ്ട്. അധികം ഒന്നും കളർ മാറ്റിയിട്ടില്ല, കുറച്ചൊന്ന് വറുത്തെടുത്തിട്ടേ ഉള്ളൂ. ഇനി കുക്കറിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ബീഫ് ഇട്ട് കൊടുക്കാം. ഇതൊരു 800 ഗ്രാം ബീഫ് ഉണ്ടാവും. നല്ല നെയ്യൊക്കെ ഉള്ള ബീഫ് ഇട്ട് കൊടുക്കണം. അതാവുമ്പോൾ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന മസാലപ്പൊടിയിൽ നിന്നും പകുതി മാത്രം ഇതിലിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കണം. പകുതി മാത്രമേ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ, ബാക്കി പകുതി അവിടെ വെച്ചിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ 1/2 ടീസ്പൂൺ ഗരം മസാലയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കൈവച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് വെന്ത് കിട്ടാനുള്ള കുറച്ച് വെള്ളവും ഒഴിച്ചു കൊടുക്കാം. 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ ഒരു ചെറിയ നാരങ്ങ എടുത്തിട്ട് അതൊന്ന് പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കാം. നല്ലൊരു പുളി കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം. 1/2 ടീസ്പൂൺ ഉലുവയും ചേർത്ത് കൊടുക്കാം. കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 2 സവാള ചെറുതായി കട്ട് ചെയ്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ചെറിയുള്ളി ആണെങ്കിൽ നമ്മുടെ കറിക്കൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാകും. ചെറിയുള്ളി എടുക്കുന്നവർ അങ്ങനെ ചെയ്യാം. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. 2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ചേർത്ത് കൊടുക്കാം. ഇറച്ചിക്കറിയൊക്കെ ആകുമ്പോൾ നമുക്ക് കുറച്ച് അധികം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടും. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഉള്ളി നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി നന്നായി ഒന്ന് വഴന്ന് വരുന്ന ശേഷം നമ്മൾ ബാക്കി വെച്ചിരിക്കുന്ന മല്ലിപ്പൊടിയും മുളക് പൊടിയും വറുത്ത് വെച്ചതും കൂടി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടിയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 തക്കാളി ചെറുതായി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കണം. കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. തക്കാളിയൊക്കെ ഒന്ന് നന്നായി ഒന്ന് വെന്ത് വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം. തക്കാളിയൊക്കെ നന്നായി വെന്ത് വന്ന ശേഷം 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം ഇട്ട് കൊടുക്കാം. വലിയ ജീരകം. ഇനി ഇതൊന്ന് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം. നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളവും ഇപ്പം തന്നെ ഒഴിച്ചു കൊടുക്കണം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും ഒഴിച്ചു കൊടുക്കാം. ഇനി 3 പച്ചമുളക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് മൂടി വെച്ച് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഒരു 20 മിനിറ്റ് എങ്കിലും ഇത് തിളപ്പിച്ചെടുക്കണം.
കാരണം നമ്മുടെ ബീഫും കറിയും തമ്മിൽ നന്നായി ഒന്ന് യോജിച്ച് വരണം. ബീഫിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് കറിയിലേക്ക് ഇറങ്ങി വരുന്നവരെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതിൽ ഉപ്പൊക്കെ ഒന്ന് നോക്കി ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ കറിയിലേക്കൊന്ന് വറവിട്ടെടുക്കണം. അതിനുവേണ്ടി ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് കുറച്ച് ചെറിയുള്ളി ചെറുതായി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് 4 വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു പച്ചമുളക് ചെറുതായി ഒന്ന് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ ഇതിൽ കുറച്ച് കറിവേപ്പിലയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നവരെ ഒന്ന് ഉള്ളി ഒന്ന് വറവിട്ടെടുക്കാം. ഇനി ഇത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ കറിയിലേക്ക് വറവിട്ട് വെച്ചിരിക്കുന്നത് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പം നമ്മുടെ ബീഫ് കറി റെഡി ആയിട്ടുണ്ട്. നല്ല നാടൻ സ്റ്റൈലിലുള്ള ബീഫ് കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് അറിയിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനിയും പുതിയ പുതിയ റെസിപ്പികളുമായി വീണ്ടും കാണാം ഇൻഷാ അല്ലാ. താങ്ക്സ് ഫോർ വാച്ചിങ്.